നിലമ്പൂർ വഴിക്കടവിൽ 15-കാരൻ അനന്തു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കാട്ടുപന്നിയെ പിടിക്കാൻ വൈദ്യുതി കെണിവെച്ചത് താനെന്ന് പ്രതി വിനീഷ് പോലീസിനോട് സമ്മതിച്ചു. ഷോക്കേറ്റാണ് അനന്തുവിന്റെ മരണം എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയായ സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. 15-കാരൻ അനന്തുവിന്റെ മരണത്തിന് കാരണമായ പന്നിക്കണി വെച്ചയാൾ പുലർച്ചെയോടെയാണ് പോലീസ് പിടിയിലായത്. പന്നിക്കണി വെച്ച ശേഷം വീടിന് സമീപം ഒളിച്ചിരിക്കുകയായിരുന്നു വെള്ളക്കെട്ട സ്വദേശി വിനീഷ്. ആംബുലൻസിന്റെയും ആളുകളുടെയും ബഹളം കേട്ടപ്പോൾ എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലാക്കി ഫോൺ ഓഫാക്കി. എന്നാൽ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഒരു പ്രതി മാത്രമാണ് കേസിലുള്ളതെന്നും വൈദ്യുതി ലൈനിൽ നിന്ന് കമ്പി വലിച്ച് കെണിവച്ചത് വിനീഷ് എന്നും പോലീസ്. പ്രതി കുറ്റം സമ്മതിച്ചു. മുന്നത്തെ ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മറ്റു കേസുകളൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല. കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇല്ല, ഇതുവരേക്കും തെളിവായിട്ടില്ല. ഇനി കൂടുതൽ പങ്കുള്ളൂ. ഒരാളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ട്. വൈദ്യുതാഘാതമേറ്റാണ് അനന്തുവിന്റെ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ശരീരത്തിൽ പൊള്ളലേറ്റ മുറിവുകളുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. ഇന്നലെ രാത്രിയാണ് മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് അനന്തുവിന്റെ മരണം. സംഭവത്തിനു പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പിന്നാലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി അലവിക്കാണ് അന്വേഷണ ചുമതല. 24 മലപ്പുറം.